എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റൈറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Swords, Seven of Wands, Devil, Seven of Pentacles, Page of Pentacles energy, Justice card. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ ഒത്തിരി നാളുകൾ കാത്തിരുന്ന ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ കാത്തിരുന്ന ആ ഒരു കാര്യം സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം ഉള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. ഈ ഒരു ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാഷനേറ്റായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. ഒരു തരത്തിൽ നിങ്ങൾ വലിയ പൊസിഷനിൽ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു, ശമ്പള വർധനവൊക്കെ ലഭിക്കുന്നു. അതിൻ്റെ തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കണ്ടെയ്ൻമെൻ്റ് ആണ്, അതായത് തൃപ്തി നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ പലപ്പോഴായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടുമ്പോൾ വിചാരിച്ച കാര്യമല്ല നേടിയത്, നമുക്ക് നേട്ടമുണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിലല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം അതിനെ ഒരു പടി കുറച്ച് കാണുന്ന ചിന്തയിൽ നിൽക്കുന്നിടത്ത് നിങ്ങളിവിടെ എന്ത് ലഭിച്ചു എന്നുള്ളതിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷമാണ്, കരിയറിൽ ഉയരുന്നു, അതൊരു അച്ചീവ്മെൻറ്റ് എന്ന രീതിയിൽ സന്തോഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് പണത്തിനോ പേരിനോ പുറകെ പോകാനായിട്ട് ആ ഒരു ചിന്തയിൽ നിൽക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു, ആ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതൊരു അപ്രീസിയേഷനാണ്, അതിൽ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം വെച്ചിക്കാതെ കർമ്മം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ. അതോടൊപ്പം തന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇതിൽ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പേരുടെ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ, അതായത് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒത്തിരി താല്പര്യമാണ്. നല്ല ഒരു ലേണിംഗ് കേർവ് ഉള്ള സമയമാണ്. അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയം വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒത്തിരി തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും മറ്റൊരാൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുകയും അത് ലിസൺ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, അറിയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ശാസ്ത്രപരമായിട്ടുള്ള മറ്റു തരത്തിൽ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പഴയ കാലത്തിലേക്ക് നിങ്ങളുടെ വേരുകൾ, നമ്മൾ പറയും നമ്മുടെ വേരുകൾ മനസ്സിലാക്കുക, നമ്മുടെ സംസ്കാരം, ആന്ത്രപ്പോളജി, ആർക്കിയോളജി അല്ലെങ്കിൽ അതുപോലെ തിയോളജി, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊരു മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഒത്തിരി കഴിവുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ടീച്ചറോ ഒരു ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് തരത്തിൽ ഒരു സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, ഇതുപോലെ മറ്റുള്ളവരെ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് അവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളതെന്ന് മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങളിലേക്ക് ഉള്ള ജോലിയോ അതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഉയർച്ച കൂടുതലുണ്ടാകുന്ന സമയമാണ്. അതേപോലെ തന്നെ ഒരു
നിങ്ങളൊരു ക്ലെയർവോയൻ, ക്ലെയറോഡിയൻ്റ്, അതുപോലത്തെ സെൻറ്റിയൻ്റ് ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് ഡെവൽ എനർജി ആണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു മാസത്തിൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരോടൊക്കെ ഒത്തിരി ദയാദാക്ഷിണ്യവും കാരുണ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. അത് ആ ഒരു ഇതുണ്ടെങ്കിലും നിങ്ങളുടെ മേൽ കുതിര കയറാൻ അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാൻ അപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ കരുതും, നമ്മളിപ്പോൾ ചില കമൻസൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പല ചാനലിലൊക്കെ കാണുമ്പോൾ ആളുകൾ, അതായത് അവർ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഘർഷങ്ങളോ അവർക്ക് ചുറ്റുമുള്ള ചില ആളുകളുടെ അടുത്ത് എടുക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള നല്ല മറുപടി കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ബന്ധങ്ങൾ തകർക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അക്കൗണ്ടൊക്കെ തുടങ്ങി ഇരുന്ന് കമൻറ്റിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. പല വീഡിയോസിലൊക്കെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കാരണം തിരിച്ചു മറുപടി കിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഒരു ചാനലിലുള്ളൊരു വ്യക്തിയാകുമ്പോൾ അവർ ആ ഒരു രീതിയുടെ അപ്പുറത്തേക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ആണ് എങ്കിൽ, കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണല്ലോ, തിരിച്ചു മറുപടി കൊടുക്കില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരോട് ദയയും ദാക്ഷിണ്യവും കാരുണ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുക. പക്ഷേ തിരിച്ചിങ്ങോട്ടേക്ക് ഒരാൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിന് നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല ദയാദാക്ഷിണ്യവും കാരുണ്യത്തിനർത്ഥം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞതൊരു ഉദാഹരണം മാത്രമാണ്, അതൊരു പേഴ്സണലായിട്ടുള്ള ഉദാഹരണമായിപ്പോയി എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരായാലും നിങ്ങളിപ്പോൾ വളരെ ഒരു നല്ല വ്യക്തി, നിങ്ങൾക്ക് കടപ്പാടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആ സമയം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കാം, എന്തോ നിങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആ വ്യക്തി പറഞ്ഞു. ഒരാളോട് കടപ്പാടോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അധിക്ഷേപങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം പലപ്പോഴായിട്ട് ആ വ്യക്തി ആയതുകൊണ്ട് എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ ആരാലും ബന്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കടപ്പാട് നിങ്ങൾ ആ വ്യക്തി ചെയ്ത ആ ഒരു കാര്യത്തിനാണ്. അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളോട് പെരുമാറുന്നവരെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും ഇല്ല. അത് തിരിച്ച് ആ സമ്മാനം അവർക്ക് തന്നെ കൊടുത്തേക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു മാസം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതിന് ഈ കൊളീഗ്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ അയൽവാസികളോ നിങ്ങൾക്ക് പരിചയമുള്ളവരാവാം. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതും ഇവിടെ പറഞ്ഞ പോലെ തന്നെ കർത്തവ്യം, ഞാൻ നിന്നെ അന്ന് സഹായിച്ചിട്ടുണ്ട് സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്വഭാവവും രീതിയും നിങ്ങൾക്കറിയാമെങ്കിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. കടം കൊടുത്താൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്ത് കൊടുക്കണം എന്നാരും പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. മറ്റുള്ളവരുടെ ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്ന രീതി മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ടോട്ടലി മാറുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഹെയർ സ്റ്റൈൽ മാറ്റുന്നുണ്ട്, ഹെയർ കളർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ വേറൊരാളൊന്നും ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരും വീട്ടമ്മമാരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു എനർജിയാണ്. കാരണം പ്രായമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ റിട്ടയറായ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവർ ഇതുവരെ ഇപ്പോൾ ഒരു മുണ്ട് മാത്രം കൊടുത്തിരുന്ന ഒരാൾ ജീൻസ് ഇടാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹെയർ കളറൊന്നും ചെയ്യാത്തൊരു വ്യക്തി ഹെയർ കളർ ചെയ്യാൻ തുടങ്ങുന്നു ഒരു വീട്ടമ്മ. ഇതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇന്നലെ വരെ കണ്ട രൂപമല്ല എന്ന് പറയാം. ഓക്കെ, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ കൈകടത്തുന്നതും ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണ്. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് നോക്കുന്നതേയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജിയാണ്.
കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് നിങ്ങളുടെ ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്താണ് എന്നിരിക്കെ നിങ്ങൾക്ക് നല്ലൊരു വിധി നിങ്ങൾക്കായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതലും നിങ്ങൾ നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള നല്ല ഫലം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതും ആയിട്ട് കാണുന്നുണ്ട് ഈ മാസത്തിൽ ആത്മീയ കാര്യങ്ങളൊക്കെ താല്പര്യം. അതുകൊണ്ട് തന്നെ വലിയ നെഗറ്റീവ് ഫീലിങ്സ് ഒന്നും നിങ്ങളുടെ മനസ്സിനെ തട്ടുന്നില്ല. നിങ്ങൾക്കൊരു മനസ്സമാധാനം സ്വസ്ഥതയും ഉണ്ടാവും. ചില കാര്യങ്ങൾ കർക്കശമായിട്ട് തീരുമാനമെടുക്കുക, നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നിങ്ങളത് തീരുമാനിച്ച കാര്യമാണ്, എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പുറകോട്ടേക്ക് പോകുക, അങ്ങനെ പോകാതിരിക്കുക, ഉറപ്പിക്കുക, നോ പറയാൻ പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.